ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, അതുപോലെ തന്നെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വണ്ടി ഭ്രാന്തൻ, ദ വൺ ആൻഡ് ഓൺലി ലാനൽ സോറി ദ വൺ ആൻഡ് ഓൺലി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഞാൻ മെസ്സി എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ ഒരു മെസ്സി ഫാൻ ആയതുകൊണ്ടാണ്. ഇപ്പോൾ നോക്കിയാലും വായിൽ മെസ്സി എന്നേ വരുള്ളൂ. അപ്പോൾ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വണ്ടി ഭ്രാന്തൻ ആൻഡ് വലിയ കുടീശ്വരൻ. ഓക്കെ, അപ്പോൾ റൊണാൾഡോ ഒരു 2-3 ദിവസം മുന്നേ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ കാണാൻ 1 2 3 ഗൈസ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ക്രിസ്ത്യാനോ സാധാരണ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഒന്നും ഇടാത്തതാണ്. അതായത് ഇങ്ങനത്തെ വലിയൊരു സംഭവം ഏറ്റുള്ള ഒരു സംഭവം ഒന്നും പോസ്റ്റ് ഒന്നും ഇടാത്തതാണ്. ആൾക്ക് എന്ത് പറ്റും എന്തോ. അപ്പോൾ ഇതിൽ ക്യാപ്ഷൻ വന്നിരിക്കുന്നത് മൈ ടോയ്സ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കൈമേൽ എനിക്ക് തോന്നില്ലാത്ത വണ്ടിയില്ല എന്നാണ്. എവിടെ നോക്കിയാലും ലംബോർഗിനി, ഫെറാറി, റോൾസ്, ബുഗാട്ടി, അതൊക്കെ തന്നെ. അതിൽ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന മൊത്തം അതൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ കണ്ണ് പോയത് ഇതിലൊരു വണ്ടിയിലേക്കാണ്. അതൊരു വെറൈറ്റി വണ്ടിയാണ്. ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഈ കാണുന്ന ഈ വണ്ടിയാണ് ഗൈസ്. ഈ ഫോട്ടോ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ആദ്യത്തെ അട്രാക്ഷൻ പോയത് ഈ ഒരു വണ്ടിയിലേക്കാണ്. അപ്പോൾ ജസ്റ്റ് ഈ വണ്ടി ഏതാണെന്ന് ജസ്റ്റ് നോക്കിയാലോ. ഇതാണ് ഗൈസ് മെക്ലാറിൻ്റെ സ്പീഡ് ടൈൽ എന്ന് പറഞ്ഞ ഒരു വണ്ടി. ഇത് ഏകദേശം 106 പീസ് മാത്രമേ ഈ ലോകത്തുള്ളൂ. ഇത് വണ്ടി ഏതാണെന്ന് വെച്ചാൽ F1 കാർ ഉണ്ടല്ലോ, F1 ഇൻസ്പയർ ആക്കിയിട്ടാണ് മെക്ലാർ ഈ സംഭവം ഉണ്ടാക്കിയത്. ഏകദേശം 106 പീസ് മാത്രമേ ഈ ലോകത്ത് തന്നെ ഉള്ളൂ. അത് 106 എന്ന് വരാൻ കാരണം എന്താ അറിയോ? 1990 106 പീസ് സാധനം ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ 106 ആ ഒരു നമ്പറിൽ. ഇത് വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സാധനം ഉണ്ടാക്കുന്നതിന് മുന്നേ, ഈ സംഭവം അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഫുൾ സെയിൽ ഔട്ടായി പോയി. വില ഞാൻ പറഞ്ഞുതരാം. ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ, അതായത് സംഭവം അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ ഈ സാധനം പോയി. അതിലൊന്ന് നമ്മുടെ ക്രിസ്ത്യാനോൻ്റെ വിലയാണ്. ക്രിസ്ത്യാനോ അത് കുറേ കാലമായി ആൾ എടുത്തിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ 106 പീസിൽ അതിലൊന്ന് ക്രിസ്ത്യാനോൻ്റെ വിലയാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 4 ലിറ്റർ ടിൻ ടർബോ എഞ്ചിനാണ്, V8 ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, പ്ലസ് ഹൈബ്രിഡ് എഞ്ചിനും കൂടിയാണ്. ഈ കേരളത്തിൽ ഒട്ടും ഇല്ലീഗൽ അല്ലാത്തൊരു സാധനം. ഈ കേരളത്തിലല്ല, ഇന്ത്യയിൽ പോലും ഇല്ലീഗലല്ല എനിക്ക് തോന്നുന്നത്. 1306 HP 1306 HP പവർ ഹോഴ്സ് വരുന്ന വണ്ടിയാണ് ഗൈസ് ഇത്. ഞാൻ വേറൊരു കാര്യം ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, റൊണാൾഡോ ഇതൊക്കെ എപ്പോഴാണ് യൂസ് ചെയ്യണേ? ഇത്ര സ്പീഡ് എടുത്തിട്ട് ആൾ ഇത് എങ്ങോട്ടാ പരക്കം പാച്ച് പോകുന്നത് എന്നാണ്. ആളെങ്ങോട്ടാ ഈ സ്പീഡ് എടുത്ത് പോകണത്? ഇത്രയും വണ്ടി ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആൾക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണേ. പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയൂല. അപ്പോൾ ഇതിന് ക്രൗഡ് കൂടുമല്ലോ. ഇത്രയും വലിയ വണ്ടി വാങ്ങി. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വെച്ചാൽ റയർ വണ്ടികളൊക്കെ ക്രിസ്ത്യാനോൻ്റെ മാത്രമേ ഉള്ളൂ എന്ന് കുറേ ആൾക്കാർക്ക് അറിയാം. എന്നാലും ആ വണ്ടി പുറത്തേക്ക് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും അത് റൊണാൾഡോ ആണെന്ന്. അപ്പോൾ ഇതിന് ക്രൗഡ് കൂടും, ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നാലും വെറുതെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 0.100 എത്താൻ വെറും 3 സെക്കൻഡ്. വെറും 3 സെക്കൻഡ് കൊണ്ട് 0.100 ഗൈസ്. 0.100 എത്താൻ വെറും 3 സെക്കൻഡ്. അതുപോലെ തന്നെ 405 കിലോമീറ്റർ പവർ ഹോഴ്സിൽ ഈ വണ്ടി പോകും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പരക്കവാച്ചിലോട് ഒരു സ്പീഡ് പറയാൻ എനിക്ക് തോന്നുന്നു ബുഗാട്ടി എത്തൂല. ഏതാണ്ട് അത്രയൊക്കെ വരും. എന്തായാലും ബുഗാട്ടിനെ വെട്ടിക്കാൻ കഴിയില്ല ഗൈസ്. ബുഗാട്ടി വേറെ ഉണ്ട്. ഒരു അങ്ങോട്ട് പറപ്പിക്കാം നമുക്ക്. അജാതി വണ്ടിയാണ്. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്, 3 സീറ്റേ വരുന്നുള്ളൂ. ആ 3 സീറ്റിൽ ഡ്രൈവിംഗ് സീറ്റ് എവിടെ വരുന്നതെന്ന് അറിയോ? നടുവിൽ ഗൈസ്. ഇപ്പുറത്ത് സീറ്റ് ഉണ്ട്. നടുവിൽ ഡ്രൈവറിന് ഇരിക്കാം. ഇപ്പുറത്തുള്ളവർക്കും ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ 3 സീറ്റേ വരുന്നുള്ളൂ. അതിൽ നടുവിലാണ് ഡ്രൈവറുടെ സീറ്റ് വരുന്നത്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്. ലോകത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാറ് കാണുന്നത്. നടുവിലാണ് ഡ്രൈവറിൻ്റെ സീറ്റ് വരുന്നത്. അപ്പുറത്തും വേറെ ആൾക്കാർക്ക് ഇരിക്കാം. അങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് വരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു 1400 കിലോ വെയിറ്റ് മാത്രമേ ഇതിനുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു സ്പീഡിന് എല്ലാത്തിനും കാരണം. അറിയാലോ, നമുക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് കാറായ ബുഗാട്ടിക്ക് പോലും ഏകദേശം 1300 കിലോനങ്ങാണ്ട വെയിറ്റ് ഉള്ളൂ. ഈ സ്പീഡ് പോകണമെങ്കിൽ, ഇത്രയും അധികം സ്പീഡും ഇത്രയും അധികം പവറും വേണമെങ്കിൽ ഈ ഒരു വെയിറ്റ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കണേ. അതാണ് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതുവരെ മെക്ലാർ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലുപ്പമുള്ള വണ്ടിയാണിത്. നല്ല നീളമാണ്, അത്യാവശ്യം നല്ല നീളമുണ്ട്.
നമ്മൾ എന്താ പറയുക, ചിലവർക്ക് കാണുമ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അത്യാവശ്യം നല്ല നീളം കേട്ടോ ഗൈസ് ഈ ഒരു വണ്ടി. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഇതിൻ്റെ പ്രൈസ്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, പ്രൈസ്, വില 2.6 മില്യൺ. യെസ്, $2.6 മില്യൺ അങ്ങനെന്തോ ആണ്. അപ്പോൾ ഇന്ത്യൻ മണി എനിക്കറിയാം, ഏകദേശം 24,86,34,34,000 ഏകദേശം 24 കോടി രൂപ ഗൈസ് ഈ ഒരു വണ്ടിക്ക്. ക്രിസ്ത്യാനോ അല്ലേ, നമുക്കറിയാം ഒരു വണ്ടി ഭ്രാന്തനാണ്. പക്ഷെ മെസ്സിൻ്റെ അത്ര എത്തൂല കേട്ടോ. മെസ്സി ഒരു വണ്ടി ഭ്രാന്തനല്ല, ആൾക്ക് വേണ്ടി ആളുള്ള വണ്ടി വേറെ ഞാൻ വീഡിയോ ചെയ്യാം. പക്ഷെ എന്തായാലും റൊണാൾഡോൻ്റെ അത്ര വണ്ടി ഭ്രാന്തനല്ല മെസ്സി. റൊണാൾഡോ വലിയ ലക്ഷറി വണ്ടികൾ, റോൾസ് മേക്ക്, അതുമാതിരി തന്നെ ബുഗാട്ടീൻ്റെ തന്നെ 3 വണ്ടികൾ, അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ബുഗാട്ടിൻ്റെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഫാസ്റ്റസ്റ്റ് കാറായ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ബുഗാട്ടി വേറോണ് ലവൗച്ചറിനായി. അതുമാതിരി തന്നെ വേറൊരു വണ്ടി ഉണ്ടല്ലോ, അതൊരു എന്തോ ഒരു പേരുണ്ടായിരുന്നു വയസ്സ്. ബുഗാട്ടിൻ്റെ വേറോൺ ഉണ്ട്, ബുഗാട്ടിൻ്റെ ലവൗച്ചറിനായി ഉണ്ട്. അതുമാതിരി തന്നെ ബുഗാട്ടിൻ്റെ ഒരു വൈറ്റ് കളർ പുള്ളിക്കാരൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. ഞാൻ എന്തായാലും ഇത് ഇവിടെ കൊടുത്തിരിക്കാം. അതിൻ്റെ പേര് എനിക്ക് കിട്ടൂല, എന്തോ ഒരു വലിയൊരു ചൈന പേരുമായിട്ടൊരു പേരാണ്. എന്തായാലും വണ്ടി നൈസ് വണ്ടിയാണ് ഗൈസ്. ഒരു ഒന്നൊന്നര വണ്ടിയാണ് ആ ബുഗാട്ടി. അത് ഞാൻ ഒരു സെപ്പറേറ്റ് തന്നെ വീഡിയോ ചെയ്യാം, അത്രക്കും ഉണ്ട് ആ വണ്ടി. ക്രിസ്ത്യാനോ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രിസ്ത്യാനോൻ്റെ വണ്ടി ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്ത്. അതാണ്ട് ഇത്രയധികം വണ്ടികളുണ്ട്. എത്ര വണ്ടികളുണ്ടെന്ന് ടോട്ടൽ കൗണ്ട് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഏകദേശം ഇത്രയും വണ്ടികൾ എന്തായാലും റൊണാൾഡോൻ്റെ കയ്യിലുണ്ട്. അത് ഫുൾ സൂപ്പർ കാർസ്. ലംബോർഗിനി, ബുഗാട്ടി, ഫെറാറി. നമ്മൾ പണ്ട് മുതൽ നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ കേൾക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ലംബോർഗിനി, ബുഗാട്ടി, ഫെറാറി, അമ്മാതിരി ഐറ്റം സാധനങ്ങളാണ് ക്രിസ്ത്യാനോൻ്റെ കയ്യിലുള്ളത് ഗൈസ്. യെസ് ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴ്ന്ന സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതെന്ന് വെച്ചാൽ താഴ്ന്ന കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിലും കൂടുതൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.